ഹലോ, ഗുഡ് ഈവനിങ്. നമുക്കിപ്പോൾ മാർക്കറ്റ് അനാലിസിസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ലെവൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒരു 10-15 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അടുത്ത വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ അതിനനുസരിച്ച് കമൻറ്റ് ചെയ്യുക. സോ കമ്മിങ് ഡൗൺ ടു ഡെയിലി അനാലിസിസ്, ഇനി ഏകദേശം ഒരു 4.5 മണിക്കൂർ കൂടിയുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി. ബട്ട് ഒരു ഡോജി ഇൻഡിസിഷൻ ക്യാൻഡലിലാണ് മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. വി ആർ എക്സ്പെക്റ്റിംഗ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് കുറച്ചും കൂടി വീക്കായിട്ടുള്ളൊരു സ്പേസിൽ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. ബട്ട് തൽക്കാലം നമുക്കിപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതനുസരിച്ചുള്ള മാർക്കറ്റ് അനാലിസിസ് നോക്കാം. ഓക്കെ, ഡയറക്ട്ലി ഗോയിങ് ടു 4 hours. ഫോർ ഹവേഴ്സിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതലാണ് നമ്മൾ നോക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്ന് ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തത് 1 PM. പിന്നെ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതൽ ക്ലോസ് ചെയ്ത വരെയുള്ള മാർക്കിങ്സാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ മാർക്കറ്റ് ലാസ്റ്റ് ഒരു 4 ഹവേഴ്സിൽ താഴേക്ക് വന്നിട്ടുണ്ട്. US മാർക്കറ്റിലാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് ഇറങ്ങിയേക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നലത്തെ അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായ സ്പേസ്, സെല്ല് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായ സ്പേസാണ് ഇത്. ഏകദേശം ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വന്നതെന്നുള്ളതിൻ്റെ അനാലിസിസ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽ പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് താഴേക്ക് വന്നേക്കുന്നത്. അതുവരെ മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് 2 കാര്യമാണ്. 500 ബ്രേക്ക് ചെയ്യാൻ നേരത്ത് മൊമെൻറ്റം, താഴേക്കുള്ളൊരു മൊമെൻറ്റം 500 നമുക്ക് ഓൾറെഡി അതൊരു 4 o'clock ടൈമിലാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 500 ബ്രേക്ക് ചെയ്ത് 20 പോയിൻറ്റ്സ്, പ്രോപ്പർ 20 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടാണ് വീണ്ടും തിരിച്ച് കയറിയേക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയ്യേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലെവലാണ് ഇതിൻ്റെ താഴേക്കുള്ളത്. അപ്പോൾ ബയ്യേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലെവലാണ് ഈ താഴേക്കുള്ള പൊസിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ച് വരെയായിരിക്കും പെട്ടെന്നുള്ളൊരു മൊമെൻറ്റം ഉണ്ടാവുക. ഇത് വോളിയം കുറവുള്ള സ്പേസ് ആയതുകൊണ്ടാണ് ഇവിടെ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് വീണ്ടും നമുക്ക് കുറച്ച് നേരം ഇനീഷ്യലി നമ്മൾ മാർക്ക് ചെയ്തിരുന്ന സ്പേസ്, നമ്മളത് സെല്ലിങ്ങിന് വേണ്ടിയല്ല മാർക്ക് ചെയ്തത്, ബട്ട് അവിടെ ഒരു കീ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വോളിയം ഏറ്റവും കൂടുതൽ ട്രേഡുകൾ നടന്നിരുന്നേച്ച സ്ഥലം അതാണ്. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയും അവിടെ തന്നെ കുറേ നേരം ട്രേഡ് ചെയ്യാനും, പിന്നെ ഇൻ കേസ് ഓഫ് ഒരു അപ്സൈഡ് ക്രിയേറ്റ് ചെയ്ത് വന്നാൽ ഇനീഷ്യലി നമ്മളിവിടെയും അതുപോലെ തന്നെ 604 ആണ് നമ്മൾ ക്ലീൻലി വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇനീഷ്യലി ഒരു സെൽ പ്ലാൻ കിട്ടിയായിരുന്നു. ഓക്കെ, യെസ്, ഫ്രം 2 o'clock ടു റൈറ്റ് നൗ. ഓക്കെ, സോ ഇന്നത്തെ മാർക്കറ്റിൽ ഇത് ഞാനൊന്ന് ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇന്നത്തെ മാർക്കറ്റിന് മാത്രം ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന, അല്ലെങ്കിൽ മാർക്കറ്റിൽ രാവിലെ മുതലേ ഹോൾഡ് ചെയ്തൊരു സ്പേസ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലേക്ക് താഴേക്ക് പോയാലും തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസി രാവിലെ മുതലേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും അതേ റീജിയനിലേക്ക് തിരിച്ച് ഇറങ്ങി വരാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. മാർക്കറ്റ് അതേപോലെ തന്നെയാണ്. മാർക്കറ്റിൽ ഇന്ന് വളരെ വലിയ വോളറ്റൈലായിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ തന്നൊരു പ്രോപ്പർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാപ്പ് ചെയ്ത ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങാനുണ്ടായത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത സ്പേസ് ഫ്രം ഹിയർ, നമ്മൾ ഇന്നലെ രാവിലെ മോർണിംഗ് റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് 603 മുതൽ 990 വരെയുള്ള റേഞ്ചാണ് നമ്മൾ ഇനീഷ്യലി സെല്ല് പ്ലാൻ ചെയ്യാൻ നോക്കുന്നൊരു സ്ഥലമൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് ഈ ഒരു സ്പേസ്. ഈ ഒരു സ്പേസ് ഇപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇവിടെ വന്നാൽ വീണ്ടും നമ്മൾ സെൽ പ്ലാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. ബട്ട് നാളത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്താണെന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളത്തേക്ക് മാർക്കറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് വീക്കായിട്ടുള്ള ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അത് റീസൺ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓയിൽ പ്രൈസ് താഴേക്ക് വന്ന് വീണ്ടും അവിടെ
ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോളർ ഇൻഡെക്സ് നോക്കിയാലും ഓപ്പണിംഗ് ചെയ്തിരുന്നത് ഒന്ന് താഴേക്ക് വന്നായിരുന്നു. അതിനുശേഷം ഒരു ഡൗൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പിക്കപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഡോളർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു റേഞ്ചിൽ നിന്ന് നോക്കിയാൽ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് ആ ലോ ബ്രേക്ക് ചെയ്ത് പോകാനും സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വാച്ച് ചെയ്യുന്ന വേറൊരു കാര്യം ഈൽഡാണ്. ഈൽഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ലുക്കിംഗ് സ്ട്രോങ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ലുക്കിംഗ് വെരി സ്ട്രോങ്. ഇന്നത്തെ ഇതാണ് ഈ ഹൈ. നമ്മളിത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇന്നലത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളിതെങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു റീജിയൻ വരെ പോയതിന് ശേഷം പിന്നെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാറിൻ്റെ സിറ്റുവേഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് പല റീസൺസ് കൊണ്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, ഹോട്ടായിട്ടിരിക്കുന്ന ഇൻഫ്ലേഷനിൽ മാർക്കറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മാർക്കറ്റ് ഇനിയൊരു ഷോർട്ട് പീരീഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് നോക്കിയാൽ അറിയാം സ്ലോലി താഴേക്ക് തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലെവലും ഇതേ ലെവലുകൾ തന്നെയാണ്. ആദ്യം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യും, മാക്സിമം ഈ ഒരു റേഞ്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അൺലെസ് സെല്ലിങ് അത്രയും ഹ്യൂജായിട്ട് വരാതെ. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനീഷ്യലി 428-30 റേഞ്ച് വരെയാണ്. അതിന് മുന്നേ ആയിട്ട് ഒരു 40 റേഞ്ചും 40 to ഈ പീക്ക് വോളിയം നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ബ്രേക്ക് ചെയ്താലാണ് ഇനീഷ്യലി നമുക്ക് ഒരു 400 റേഞ്ച് വരെയുള്ള സപ്പോർട്ടുള്ളത്. ഇൻ കേസ് ഇതല്ല നാളെ സംഭവിക്കുന്നത്, മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഏത് സൈഡിലോട്ടാണ്. ഇനീഷ്യലി ഓപ്പൺ ചെയ്ത് 2 മണിക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ അനലൈസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 8 മണിക്ക് ശേഷമാണ്. അപ്പോൾ 8 മണി വരെ മാർക്കറ്റ് ട്രെൻഡ് തന്നേക്കുന്നത് എങ്ങോട്ടാണ്, 4 അവേഴ്സിലും 1 അവേഴ്സിലും 30 മിനിറ്റ്സിലൊക്കെ ട്രെൻഡ് എങ്ങോട്ടാണ് തന്നേക്കുന്നത്, അത് ആദ്യം അനലൈസ് ചെയ്യുക. അപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്, അൺലെസ് ദർ ഇസ് ടൂ മച്ച് ബയേഴ്സ് ആൻഡ് ഭയങ്കര വലിയ മൊമെൻറ്റം വിച്ച് വി ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് അറ്റ് ഓൾ, നമ്മൾക്ക് ഈ ഒരു റീജിയനും വാലിഡായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ 2 റീജിയൻസിൽ നിന്നും നമ്മൾ സെല്ല് തന്നെ പ്ലാൻ ചെയ്യും. ഇതല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള റീജിയനാണ്. ഇതാണ് പ്രൈമറിലി നോക്കുന്ന 2 റീജിയൻ. ഇതും അതുപോലെ തന്നെ ഈ റീജിയനും. അപ്പോൾ ഈ സ്പേസാണ് ബയേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്ന സ്പേസ്. അപ്പോൾ ഈ ഒരു സ്പേസ് പ്രൊട്ടക്റ്റ് ചെയ്താൽ വീണ്ടും ഇവിടെ നിന്ന് സെല്ലിങ് തന്നെ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇൻ കേസ് ഇവിടെ വരെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60-70 വരെയുള്ള റേഞ്ചാണ്. ദാറ്റ് ഇസ് എ ബിഗ് മൂവ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓൾറെഡി 30 ഇവിടെ നിന്ന് തന്നെ ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എക്സ്പെക്റ്റിംഗ് യു ഗൈസ് മേക്ക് ഇറ്റ് ടുമോറോ പ്രോപ്പർലി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് കുറച്ച് പേരൊക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ലോസിലേക്ക് പോകാൻ പറ്റാതിരുന്നാൽ തന്നെ വെൽ ആൻഡ് ഗുഡ്. നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് പോകാതിരിക്കാൻ നോക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോകാതിരിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞിരുന്നു ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും സ്കാൽപ്പ് മാത്രം നോക്കുക. ഇന്നിപ്പോൾ രാവിലെ താഴേക്ക് പോയി US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു ഹൈ വെച്ചു. US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അവിടെ നിന്ന് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തതിന് ശേഷം താഴേക്കാണ് വന്നേക്കുന്നത്. വീണ്ടും നമ്മുടെ ആ പോയിൻ്റ് ഓഫ് കൺട്രോളിലോട്ട് തിരിച്ച് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ രാത്രി മുഴുവൻ ഫുള്ള് ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ് ട്രേഡ് നടക്കാനുള്ള സാധ്യത. ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ ട്രേഡ് നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്താലും ഇവിടെ വരെ ചെന്ന് ക്ലോസ് ചെയ്യാം. 16-15 റേഞ്ചിലൊക്കെ വന്ന് ക്ലോസ് ചെയ്തേക്കാം. മാക്സിമം ഒരു 9 o'clock കഴിഞ്ഞ് ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് രാവിലെ മുതൽ ഒരു 9-9:30 വരെ ടൈമുണ്ട്. അതിലൊന്നോ രണ്ടോ നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റിയാൽ അത് മതി. അപ്പോൾ അങ്ങനെ വേണം മാർക്കറ്റ് പ്ലാനിങ്ങും നമ്മളുടെ അനാലിസിസ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് നോക്കാൻ വേണ്ടി. അപ്പോൾ
ഡു ചെക്ക് ഔട്ട് ദ വീഡിയോ പ്രോപ്പർലി, മനസ്സിലാക്കുക, ഇന്നലത്തെ വീഡിയോസ് നോക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഫണ്ടമെൻ്റൽസും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.